प्यारे बच्चों, हिंदी कक्षा में सबका स्वागत. 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ഗതിവിധി 1. ഖണ്ഡ് പഠേ ആ പ്രശ്നോं के उत्तर लिखे. പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മീൻ കബൂത്തർ ഹും, ഞാനൊരു പ്രാവാണ്. മീൻ ശാന്തി ക പ്രതീക് ഹും, ഞാൻ സമാധാനത്തിൻ്റെ പ്രതീകമാണ്. മുझे കബോത്ത് ഭി कहते हैं, എന്നെ കബോത്ത് എന്നും പറയാറുണ്ട്. പുരാനി ജമാനെ മേ രാജമഹൽ ലോമി ഭി മേരാ സ്ഥാൻ താ, രാജകൊട്ടാരത്തിലേക്ക് പണ്ട് എനിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. മേ സന്ദേശ് ലേക്കർ ദൂർ ദേശോമേ ജാത്താ താ, ഞാൻ സന്ദേശവുമായി ദൂരദേശങ്ങളിൽ പോകാറുണ്ടായിരുന്നു. മേ ബില്ലി സെ ഡർത്താ ഹോ, ഞാൻ ബില്ലിയെ പേടിച്ചിരുന്നു. മുझे ഗേഹും കാ ദാന ബോത് പസന്ത് ഹെ, എനിക്ക് ഗോതമ്പ് ധാന്യങ്ങൾ വളരെ ഇഷ്ടമാണ്. മേ മാനവ് കാ ദോസ്ത് ഹും, ഞാൻ മനുഷ്യൻ്റെ ഒരു കൂട്ടുകാരനാണ്. ക്വസ്റ്റ്യൻ, കബൂത്തർ കാ ദൂസരാ ശബ്ദ ക്യാ ഹെ, കബൂത്തറിന് വേറൊരു പേരുണ്ടല്ലേ, എന്താണ്? കബോത്ത്. മൂന്നാമത്തെ ആൻസറാണ് ശരി. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, താഴെ കാണുന്ന 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കബൂത്തർ കൗവി സെ ഡർത്താ ഹെ, കബൂത്തർ മാനവ് സെ ഡർത്താ ഹെ, കബൂത്തർ ബില്ലി സെ ഡർത്താ ഹെ, കബൂത്തർ മോർ സെ ഡർത്താ ഹെ. കബൂത്തർ ആരെയാണ് പേടിക്കുന്നത്? കബൂത്തർ ബില്ലി സെ ഡർത്താ ഹെ. മൂന്നാമത്തെ ഉത്തരമാണ് ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കബൂത്തർ കിസ്ക പ്രതീക് ഹെ, എന്തിൻ്റെ പ്രതീകമാണ് കബൂത്തർ? ശാന്തി ക പ്രതീക് ഹെ. ഫസ്റ്റ് ആൻസർ കറക്റ്റ്. കബൂത്തർക്ക് കോൺസ ദാന ജ്യാദ പസന്ത് ഹെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ധാന്യം ഏതാണ്? ഗേഹോ. പുരാനി സമാനെ മീ രാജമഹലോ മേ ഭി മേരാ സ്ഥാൻ താ ക്യോം, പണ്ടൊക്കെ രാജകൊട്ടാരത്തിൽ എനിക്ക് വലിയൊരു സ്ഥാനമാണ്, എന്തുകൊണ്ടാണ്? കബൂത്തർ ദൂർ ദേശോं तक സന്ദേശ് പഹുഞ്ചാത്താ था, കബൂത്തർ ദൂരദേശങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുമായിരുന്നു. ഗതിവിധി 2. ചിത്ര പഹച്ചാനെ അവർ പ്രശ്നോं के उत्तर लिखे. ചിത്രങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് താഴെ കാണുന്ന വാക്യങ്ങൾ ക്രമബദ്ധമായി എഴുതണം. 3 പൂച്ചകൾ ഒരു എലിയുടെ പിറകെ ഓടുന്നു. രണ്ടാമത്തെ എലി ഒരു ആട്ടമാവിൻ്റെ ഡിബയിൽ വീഴുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ 3 പൂച്ചകളായ ആട്ടമാവിൻ്റെ ഡിബയിൽ വീഴുന്നു. 4ാമത് എല്ലാ പൂച്ചകളും വെള്ള കളറായി പുറത്തു വരുന്നു. ചിത്രോं के अनुसार वाक्यों को क्रमबद्ध करें. फर्स्ट आंसर, 3 काली बिल्लियाँ चूहे के पीछे दौड़ती है. सेकंड, चूहा आटे की डिब्बी में कूदता है. थर्ड, बिल्लियाँ आटे की डिब्बी में कूदती है. फोर्थ वन, बिल्लियों के रंग सफ़ेद हो जाते हैं. नेक्स्ट क्वेश्चन, चूहे को पकड़ने के लिए कितनी बिल्लियाँ भागी है? എലിയെ പിടിക്കാൻ എത്ര പൂച്ചകളാണ് ഓടിയത്? 3. ഗതിവിധി 3. കവിതാംശ് പഠേ और प्रश्नों के उत्तर लिखे. ഒരു കവിത തന്നിട്ടുണ്ട്, താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. पेड़ न काटो, पेड़ न काटो, पक्षी बोल रहे हैं, पेड़ बिना हम कहीं रहेंगे, नीड हमारे कहाँ बसेंगे, उड़ उड़ कर हम थक जाएंगे, शरण कहीं न हम पाएंगे, पेड़ न काटो, पेड़ न काटो, पक्षी बोल रहे हैं. ഈ കവിതയിൽ പക്ഷികൾ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല, വൃക്ഷങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിക്കും, പറന്ന് പറന്ന് നമ്മൾ ക്ഷീണിക്കും എന്ന് പക്ഷികൾ മനുഷ്യരോട് പറയുന്ന വരികളാണിത്. പക്ഷി നീഡ് കഹാ ബസാത്തെ ഹെ, പക്ഷികൾ കൂടുകൂട്ടുന്നത് എവിടെയാണ്? വൃക്ഷത്തിലാണ് അല്ലേ. കവിതാംശികയിലെ ഉചിത ശീർഷകതയെ, ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ കൊടുക്കുക. पेड़ मत काटो. കവിതാംശ ആശയിലേക്ക്, ഈ കവിത വായിച്ചിട്ട് ഒരു ആശയം ഹിന്ദിയിൽ എഴുതുക. इस कविता में पक्षी बोल रहे हैं, पेड़ न काटो, पेड़ के बिना हम कहाँ रहेंगे, हम अपनी नीड कहाँ बसेंगे, हम उड़ उड़ कर थक जाएंगे, हम कहीं शरण न पाएंगे, इसलिए पेड़ न काटो. ഗതിവിധി 4. ഖണ്ഡ് കാംശ് പഠേ ആ പ്രശ്നों के उत्तर लिखे. പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. കൊല്ലം സർക്കാരി UP സ്കൂൾ में പഠനോത്സവം के कार्यक्रम चल रहे हैं. കൊല്ലം ഗവൺമെൻറ് UP സ്കൂളിൽ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം നടക്കുകയാണ്. उसके सिलसिले में 2019 मार्च 15 को शाम 5 बजे बिल्ली के साथ बच्चे कहानी पर एक नाटक होने वाला है. അതുമായി ബന്ധപ്പെട്ട് 2019 മാർച്ച് 15 ബില്ലി കെ ബച്ചെ എന്ന കഹാനി നാടകമായി അവതരിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. കൊല്ലം സർക്കാർ UP സ്കൂൾ में बिल्ली के बच्चे कहानी पर नाटक किसके सिलसिले में हो रहा है? എന്തുമായി അനുബന്ധിച്ചാണ് കൊല്ലം UP സ്കൂളിൽ നാടകം അവതരിപ്പിക്കുന്നത്?
कोल्लम सरकारी यूपी स्कूल में बिल्ली के बच्चे कहानी पर नाटक पठनोत्सवम के सिलसिले में हो रहा है। नेक्स्ट क्वेश्चन, बिल्ली के बच्चे कहानी पर एक नाटक होने वाला है, इसके लिए एक पोस्टर तैयार करें. ഈ പ്രോഗ്രാമുമായി അനുബന്ധിച്ച് ഒരു നാടകം ബില്ലി കെ ബച്ചെ എന്ന നാടകം സ്കൂൾ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ നോക്കാം. പഠനോത്സവം സർക്കാർ യു പി സ്കൂൾ കൊല്ലം, താരിഖ്, സമയ്, കാര്യക്രം, ബില്ലി കെ ബച്ചെ, കക്ഷാ ചഹ് കെ ബച്ചെ, കക്ഷാ ചഹ് കെ ഛാത്ര എന്നും കൊടുക്കാം. സബ്കാ സ്വാഗത്. ഗതിവിധി 5. नन्हा उल्लू कहानी का एक प्रसंग पढ़े और प्रश्नों के उत्तर लिखे. നൻഹ ഉള്ളുവിൻ്റെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. नन्हा उल्लू आसमान के सितारों को ढूंढते ढूंढते दूर चला गया. अम्मा उल्लू का मन तड़पने लगा. उसने सोचा वह बहुत छोटा है, आज पहली बार अकेले इतना दूर गया है. सोचते सोचते अम्मा उल्लू का डर बढ़ने लगा. നൻഹ ഉല്ലുവിൻ്റെ കഥ നിങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ചു കാണും. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നൻഹ ഉല്ലു ക്യോം ആസ്മാൻ കി ഓർ ചലാ ഗയ. എന്തിനാണ് നൻഹ ഉല്ലു ആകാശത്തിലേക്ക് പോയത്? നൻഹ ഉല്ലു ആസ്മാൻ കി സിതാരോം കോ ഢൂണ്ഡത്തെ ഢൂണ്ഡത്തെ ദൂർ ചലാ ഗയ. ആകാശത്തെ നക്ഷത്രങ്ങളെ അന്വേഷിച്ചാണ് നൻഹ ഉല്ലു ആകാശത്തിലേക്ക് പോയത്. ഇസ് പ്രസംഗ് പർ അമ്മ ഉല്ലു കി ഡയറി ലിഖേ. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അമ്മ ഉല്ലുവിൻ്റെ ഒരു ഡയറി തയ്യാറാക്കുക. ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കിക്കോളൂ. ഡേറ്റ് കൊടുക്കുക, പിന്നെ ബുധവാർ. ആജ് എക്ക് അനോഖ ദിൻ था. ഇന്നൊരു വിശേഷപ്പെട്ട ദിനമായിരുന്നു. മേരാ ബേട്ട ആജ് താരോം കോ ഢൂണ്ഡനെ കെ ലിയെ ആസ്മാൻ മേ ദൂർ ദൂർ തക് ഗയ. എൻ്റെ മകൻ ഇന്ന് നക്ഷത്രങ്ങളെ അന്വേഷിച്ച് ആകാശത്ത് ദൂരെ ദൂരെ പോയി. മേൻ ഖബരാഗായി. ഞാൻ പേടിച്ചു. ബഹുത് ഛോട്ടാ ഹെ. അവൻ ചെറിയ കുട്ടിയാണ്. വഹ് പഹലി ബാർ ജാത ഹെ. അവൻ ആദ്യമാണ് പോകുന്നത്. ഹേ ഭഗവാൻ മേരെ ബേട്ടയ്ക്ക് രക്ഷ കരോ. ഈശ്വര, എൻ്റെ മകനെ രക്ഷിക്കണമേ. ഇസ് പ്രസംഗ് പർ ദോനോ ഭായിയോं के बीच का वार्तालाप तैयार करें. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് രണ്ട് സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം എഴുതുക. വാർത്താലാപ്. छोटा भाई, भैया आप क्या कर रहे हैं? बड़ा भाई, मैं कुछ गेहूँ तेरे ठहर में मिला रहा हूँ. छोटा भाई, इसकी जरूरत नहीं भैया. बड़ा भाई, तो अकेला है ना. छोटा भाई, इतने गेहूँ में क्या करूँ? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. താങ്ക് യു.